ഹലോ, ഈ അടുത്തായിട്ട് നമ്മൾ ചെയ്ത വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്ററാണിത്. ഈ പ്ലാന്റർ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത് ഏകദേശം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് വേറെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗീൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രൂവിൻ്റെ ഒരു ബോട്ടിലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രൂവിൻ്റെയിൽ ചെയ്ത് നോക്കാം. ഇതൊരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതൊരു ഇയർബഡ്സിൻ്റെ ഒരു പാത്രമാണ്, അപ്പോൾ അതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ബ്രൂവിൻ്റെ ബോട്ടിലാണ്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഇതുപോലത്തെ കയറും കൂടെ വേണം. ചൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ചുറ്റി കൊടുക്കുക മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ മാത്രം ചുറ്റി കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഭംഗി കിട്ടും. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളത് ചുറ്റിയെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം മുകളിൽ നിന്നാണ് ചുറ്റാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ചുറ്റി കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഷേപ്പൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെക്ക് പാർട്ട് വരെ ഇതുപോലെ ചുറ്റി കൊടുക്കും. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇയർബഡ്സിൻ്റെ ഈ ബോക്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള ഈ പോപ്സിക്കിൾ സ്റ്റിക്സ് കുറച്ച് ബാക്കിയുണ്ടായത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇത് ഒട്ടിച്ചെടുക്കുക. ആദ്യം ഇതുപോലെ രണ്ട് സൈഡിലും കുത്തനെ വെച്ചിട്ട് പിന്നെ ഇതുപോലെ ചരിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചൂടിക്കയറ് ഇതിലേക്ക് ചുറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്ലൂ ഗൺ നന്നായിട്ട് ഹീറ്റായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉരുകിപ്പോയിട്ട് അവിടെ ഹോള് വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊരു ഹോള് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഗീൻ്റെ ഒരു ബോട്ടിലെടുത്തത് ജസ്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് വളരെ ചെറുതുമാണ്, പിന്നെ ഹോള് വീണാൽ ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ളൊരു പഴയ അടുപ്പാണ്. അപ്പോൾ ഇത് വേസ്റ്റായി കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ട് ഇതിലേക്കും കൂടെ നമ്മുടെ കയറ് റൗണ്ടിൽ സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡ് പോലെ ആയിട്ടുണ്ട്, അതിൻ്റെ അടിയിലുള്ള ക്യാപ്പ് ഉള്ളതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ബ്രൂവിൻ്റെ ബോട്ടിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ചെടി, ഇത് വെള്ളത്തിൽ വെക്കുന്നതാണോ എന്ന് ശരിക്കും എനിക്ക് അറിയില്ല, പക്ഷേ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇതിലുണ്ടായ മണി പ്ലാന്റിൻ്റെ ആ വള്ളികളാണ്. അത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ പഴയ പ്ലാന്ററിലേക്കും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മളിതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കിച്ചണിൻ്റെ ജനലിൻ്റെ സൈഡിലോ എവിടെ വേണമെങ്കിലും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാൻ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്